ലീവുള്ള ദിവസങ്ങളിൽ 10 മണിയായാലും എണീക്കാത്ത മകളെ ഞാൻ 10 മണിയായപ്പോൾ വിളിച്ചു. ചാടി എണീറ്റു. എന്താ കാരണം? നല്ല ഫ്രൈഡ് റൈസിൻ്റെ മണം വരുന്നുണ്ടല്ലോ അമ്മയെന്ന് പറഞ്ഞ് വേഗം എണീറ്റു. അല്ലെങ്കിൽ ഒരു 100 വിളി വിളിച്ചാലും എണീക്കാത്ത ആള് ഒറ്റ വിളിക്ക് എണീറ്റു. അത് കണ്ട് ഞാനും ഞെട്ടി. എന്തേന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാണ്, നല്ല ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ മഞ്ചൂരിയൻ്റെ മണം. ഞാനിത് വെച്ച് അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുൻപാണ് ആളെ വിളിച്ചത്. വീട് നിറയെ ഇതിൻ്റെ മണം പറഞ്ഞിരിക്കുകയായിരുന്നു. നല്ല ഹെൽത്തി ആയൊരു ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് അസുഖമുള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന മഞ്ചൂരിയനും ഫ്രൈഡ് റൈസാണിത്. ആർക്കും ഊഹിച്ച് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പച്ചക്കറികളും സാധനങ്ങളാണ് ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കാൻ ഞാൻ എന്തായാലും പറഞ്ഞു തരാം. അപ്പോൾ പണ്ടൊന്നും ഈ ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ മഞ്ചൂരിയൻ ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല കേട്ടാ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ കൂടിപ്പോയ ഒരു ബിരിയാണി, പിന്നെ അതൊക്കെ വീട്ടിൽ വെച്ച് പഠിച്ചു. പതുക്കെ പതുക്കെ വരെ സ്പെഷ്യൽ ഡേയ്സിൽ നമ്മൾ ബിരിയാണി വെക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് ആട്ടോ. നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങണ പോലെ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ ശരിക്കും കടയിൽ നിന്ന് പോലെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ബീട്രൂട്ട് ആയാലും ഇതൊന്നും അമ്മ ഇട്ടത് ഞാൻ അറിഞ്ഞു പോയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.